ഭാരതത്തിന്റെ ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ വ്യക്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് 11 നിർണായക ധാരണകൾ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. പ്രതിരോധം, വിദ്യാഭ്യാസം, വാണിജ്യം, സമുദ്രോൽപ്പന്ന രംഗത്തെ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഭാരതവും മലേഷ്യയും കൂടുതൽ സഹകരിക്കും. മലേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ 11ഓളം ധാരണകൾ യാഥാർത്ഥ്യമായി. ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ അന്താരാഷ്ട്ര നിലപാടുകൾ സുവ്യക്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. മാറുന്ന സാഹചര്യങ്ങളിൽ ആഗോള സംഘടനകളുടെ ഘടനയിൽ പരിഷ്കാരം വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതവും മലേഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കേണ്ടത് ഇരു രാജ്യങ്ങൾക്കും ഏറെ പ്രധാനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. सिक्योरिटी के क्षेत्र में हम काउंटर टेररिज्म, इंटेलिजेंस शेयरिंग और मैरीटाइम सिक्योरिटी में सहयोग मजबूत करेंगे. हम रक्षा सहयोग को भी और व्यापक बनाएंगे. एआई और डिजिटल टेक्नोलॉजीज के साथ साथ हम सेमीकंडक्टर, हेल्थ और फूड सिक्योरिटी में साझेदारी को आगे बढ़ाएंगे. आज आयोजित सीईओ फोरम ने ट्रेड और इन्वेस्टमेंट के नए अवसर खोले. हम स्ट्रेटेजिक ट्रस्ट से इकोनॉमिक ट्रांसफॉर्मेशन का रास्ता बनाएंगे. പുരോഗതിയുടെ പാതയിൽ മുന്നോട്ട് കുതിക്കുന്ന ഭാരതം അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് വൻതോതിൽ മുന്നേറുകയാണ്. ഭാരതത്തിന്റെ വളർച്ച ആസിയാൻ രാജ്യങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുമെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും പറഞ്ഞു. We have seen also the exchanges of 11 documents, including MOUs, in an exchange of letters, which extended beyond normal bilateral arrangements, because we have covered even peacekeeping cooperation on semiconductor, healthcare, and security cooperation. Trade, of course, it has to further extend. I mean, India is growing by leaps and bounds. There's one spectacular rise in the international economic and trade scene, and therefore Malaysia, in the ASEAN context, would certainly benefit immensely if we could secure more ways and opportunities to collaborate with India. സ്വന്തം കറൻസിയിൽ വാണിജ്യം നടത്തുന്നതിനുള്ള ധാരണയും UPI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മലേഷ്യയിൽ വൈകാതെ നടപ്പാകുമെന്നും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.